നമസ്തേ. ഇന്ന് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കാർഡ് ഇന്നത്തെ എനർജി എന്താണെന്നും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്ത് പ്രതീക്ഷിക്കാമെന്നും ഇങ്ങനെ 3 കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് വന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നമുക്കൊരു പുതിയ ഒരു തൊഴിൽ സാധ്യത, ഒരു പുതിയ തൊഴിൽ ലഭിച്ചിരിക്കുന്നു, ഒരു വരുമാനത്തിനുള്ള ഒരു പുതിയ സോഴ്സ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഒന്നുകിൽ ഒരു പുതിയ തൊഴിലവസരം, അതല്ലെങ്കിൽ നിലവിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു പ്രമോഷൻ. അപ്പോൾ വരുമാനം എന്തായാലും കൂടുമല്ലോ. അപ്പോൾ പുതിയൊരു എന്തായാലും ഇൻകം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ടു ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നമുക്കൊരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിലൊരു സമയബന്ധിതമായിട്ട് ചിട്ടയോടുകൂടി പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ചിട്ട പ്രവൃത്തിയിൽ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന വരുമാനവും നമ്മൾ ചിട്ടയോടുകൂടി നീക്കി വയ്ക്കുക, ചിലവാക്കേണ്ടത് എല്ലാം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും എന്നാണ് പറയുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. 9 ഓഫ് കപ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 9 നിറഞ്ഞിരിക്കുന്ന കപ്പുകൾക്ക് മുന്നിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. നമ്മൾ ഇതേപോലെ ഒരു പുതിയ അവസരം കിട്ടി, നമ്മളതിൽ പ്രവർത്തിച്ചു, സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇതേപോലെ സമൃദ്ധിയും സന്തോഷവും ഒരു ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം നിറഞ്ഞൊരു സംതൃപ്തമായൊരു ഭാവിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ കാർഡ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ചെയ്യുന്നവർ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.